പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും എഴുതിയിരിക്കുന്നത്, അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പമ്മ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, അവർ സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനു ഈ അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം കൂടെ പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പന്മാരെ പുറത്താൽ പൈസ മാത്രം മതി. അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? വളരെ പ്രശസ്തമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ഇത് പറയാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലരൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ എല്ലാവിധ വാദങ്ങൾക്കും ഞാൻ ശരിവെക്കുന്നില്ല. ഈ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. എന്താണ് അതിന് കാരണം? എല്ലാവിധ മതവിശ്വാസികളും ഇതിന് ഉൾക്കൊള്ളണം. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരാൾ ആരാധനക്കർഹനില്ല എന്ന് പറയുന്നവരുടെ അടുക്കൽ പോയി ദക്ഷിണ വെക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ ശരിയായൊരു ചോദ്യമാണ്. ഒരിക്കലും അതിൻ്റെ ആവശ്യം ഇല്ല. അവർ സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വാവരിസ്വാമിയുടെ ചരിത്രം നാം എടുത്തു നോക്കാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. അത് മറ്റൊരു ചർച്ചയിൽ നമുക്ക് പറയാം. ഇപ്പോൾ നാം ഉൾക്കൊള്ളേണ്ട കാര്യം, ഈ ഒരു വീഡിയോയിൽ നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഓരോ തുറന്നു പറച്ചിലുകളും വരേണ്ടതുണ്ട്. എന്തിനാണ് മറ്റൊരു മതവിശ്വാസിയുടെ വിശ്വാസത്തെ നമ്മിലേക്ക് അതടുപ്പിക്കുന്നത്? മറ്റുള്ളവരുടെ വിശ്വാസത്തെ നാം ഒരിക്കലും കടമെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ നാം ഒരിക്കലും അവരുടെ വിശ്വാസത്തെ മാനിക്കണം. മറിച്ച് അവരുടെ വിശ്വാസത്തെ നാം ഒരിക്കലും നമ്മുടെ വിശ്വാസമായി മാറ്റേണ്ടതില്ല. എന്താണ് മറ്റൊരാളുടെ വിശ്വാസത്തെ കടമെടുക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം? നിങ്ങൾ ഈ കേട്ടില്ലേ? ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണോ അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ, അവരുടെ പരിപാടികളിൽ, അവരുടെ ആചാരങ്ങളിൽ നാം പങ്കെടുക്കേണ്ടതില്ല. അത്തരം പരിപാടികളിൽ പോയി നാം കേക്ക് മുറിക്കേണ്ടതില്ല. അത്തരം ആഘോഷങ്ങളിൽ പോയി നാം സദ്യ കഴിക്കേണ്ടതില്ല. അത്തരം പരിപാടികളിൽ നാം പൂക്കളം ഒരുക്കേണ്ടതില്ല. അതവരുടെ ആചാരമാണ്, അതവരുടെ അനുഷ്ഠാനമാണ്, അതവരുടെ അമലാണ് എന്നൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അവരോട് സൗഹൃദം പുലർത്താൻ അവരുടെ ആചാരങ്ങൾ നാം ആചരിക്കുക എന്നുള്ളതല്ല. അതിന് മറിച്ച് അവരോട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സൗഹൃദം പുലർത്തുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വയം ഭക്ഷിക്കുന്നവൻ, അല്ലെങ്കിൽ ഒറ്റക്ക് ഭക്ഷിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അയൽവാസിയിൽ ആരായിക്കോട്ടെ, അത് ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ ഏത് മതക്കാരനാണെങ്കിലും അവനക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ്. അതിനനുസരിച്ചായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. മറിച്ച് അവരുടെ വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് അടുപ്പിക്കേണ്ട കാര്യം ഇല്ല. അത് കൃത്യമാണ്. ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. നിങ്ങളും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ കടമെടുക്കുന്നതിന് പകരം നമ്മുടെ വിശ്വാസങ്ങളിൽ തന്നെ അടിയുറച്ച് ജീവിക്കാൻ ശ്രമിക്കുക.